മാർക്കറ്റിംഗ് എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാനിടയില്ല. മാർക്കറ്റിങ്ങിൻ്റെ സുപ്രധാനമായ ഒരു അംശമാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തവും ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കാനും അത് ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്താനും സാധിക്കുമ്പോഴാണ് ആ മാർക്കറ്റിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുക. മാർക്കറ്റിങ്ങിൽ ഏറ്റവും പ്രാധാന്യമുള്ള 10 വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ 10 വാക്കുകൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് സന്ദേശങ്ങളിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബിസിനസ് മികച്ച വിജയം കൈവരിക്കും. ഒന്നാമത്തെ യു. മാർക്കറ്റിങ്ങിൽ എപ്പോഴും ഉപഭോക്താവിനും അയാളുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപയോഗിക്കുന്നത് കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുക എന്ന കാര്യത്തിലാണ് നാം നല്ലപോലെ ഊന്നൽ നൽകേണ്ടത്. അയാളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരാവശ്യം മനസ്സിലാക്കി അതുമായി നിങ്ങളുടെ ഉൽപ്പന്നത്തെ റിലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ബെസ്റ്റ്. ഏതൊരാളും ആഗ്രഹിക്കുക തനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കിട്ടണമെന്നാണ്. താൻ ചിലവിടുന്ന തുകയ്ക്ക് ഏറ്റവും മികച്ച റിട്ടേണുകൾ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാ ഉപഭോക്താക്കളും ആഗ്രഹിക്കുന്നത്. അവരുടെ ഈ റാഷണൽ മൈൻഡിനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ഉൽപ്പന്നം ഏറ്റവും മികച്ചതാണെന്ന ഉറപ്പ് അവർക്ക് അത് പണം ചെലവഴിച്ച് വാങ്ങാനുള്ള ധൈര്യം നൽകൂ. മൂന്നാമത്തെ ബിക്കോസ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് സമാനമായ എത്രയോ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അങ്ങനെയിരിക്കെ എന്തുകൊണ്ട് ഒരു ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ ബ്രാൻഡ് തന്നെ വാങ്ങണം എന്ന ചോദ്യത്തിന് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ള ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ ബ്രാൻഡുകളെ അപേക്ഷിച്ച് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ബ്രാൻഡിനുള്ള പ്രത്യേകതകളും മികവുകളും എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമാക്കണം. നിങ്ങളുടെ കോർ കോമ്പറ്റൻസ് പ്രത്യേകം എടുത്തു പറയണം. ഇത് ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ ബ്രാൻഡ് വാങ്ങാനുള്ള ഒരു പ്രേരണ നൽകും. ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 4 Pകളെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണാൻ അഭ്യർത്ഥിക്കുന്നു. നാലാമത്തെ ഫ്രീ. ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ഒരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യത്തിലേക്കോ പോസ്റ്ററിലേക്കോ ആകർഷിക്കുന്ന വാക്കാണ് ഫ്രീ എന്നത്. ഈ വാക്ക് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച് പരസ്യങ്ങൾക്ക് ഉപഭോക്താവിൻ്റെ കണ്ണുകളെ കൊളുത്തിട്ട് വലിക്കാനുള്ള കഴിവുണ്ട്. എന്തെങ്കിലും സൗജന്യമായി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമില്ല. തങ്ങൾ ചിലവിടുന്ന പണത്തിന് ഒരു അധിക വസ്തു കൂടി ലഭിക്കുന്നു എന്നറിഞ്ഞാൽ അതിൽ വീഴാത്തവർ വളരെ വിരളമാണ്. ഉദാഹരണം, ബൈ 1 ഗെറ്റ് 1 ഫ്രീ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, അതുമല്ലെങ്കിൽ ഫ്രീ സർവീസ് എക്സെട്ര. അഞ്ചാമത്തെ റിസ്ക് ഫ്രീ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു വാക്കാണ് റിസ്ക്. റിസ്ക് എടുക്കാൻ എല്ലാവർക്കും ഭയമാണ്, മടിയാണ്. തങ്ങളുടെ കയ്യിലെ കാശ് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ചിലവിടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ കാശ് പുതിയ ഉൽപ്പന്നങ്ങളിലോ പരിചയമില്ലാത്ത ബ്രാൻഡുകളിലോ ചിലവിടാൻ എല്ലാവർക്കും ഭയമാണ്. ആ ഭയം കളയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരവും സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയും തെളിവ് സഹിതം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഭയം കളയേണ്ടത്. ആറാമത്തെ സീക്രട്ട്. പേഴ്സണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡോർ ടു ഡോർ സെല്ലിംഗ് പോലുള്ള അവസരങ്ങളിലാണ് ഈ വാക്ക് കൂടുതൽ മൂല്യവത്താകുന്നത്. മറ്റാരുമായും പങ്കുവെക്കാത്ത ഒരു രഹസ്യം, ആ ഒരു ടിപ്പ് നാം അയാൾക്ക് മാത്രമാണ് നൽകുന്നത് എന്ന് ഒരു ഉപഭോക്താവിനെ ധരിപ്പിക്കാനായാൽ അയാൾക്ക് നിങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റാർക്കും നൽകാത്ത ഒരു ഓഫർ നാം അയാൾക്ക് നൽകുന്നതും മറ്റാരോടും പറയാത്ത ഒരു രഹസ്യം അയാളോട് പറയുന്നതും നമ്മൾ അയാൾക്ക് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന തോന്നൽ അയാളിൽ ഉളവാക്കും. ഏഴാമത്തെ ഇൻസ്റ്റൻ്റ്ലി. നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നതിലൂടെ അയാൾ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ് അയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നറിഞ്ഞാൽ അയാൾ അത് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടും. ഉദാഹരണം, വെറും 2 ദിവസം കൊണ്ട് മുഖക്കുരു അപ്രത്യക്ഷമാകും, 24 മണിക്കൂറിനുള്ളിൽ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആകും, 10 മിനിറ്റ് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആവും, വെറും 10 ദിവസം കൊണ്ട് തടി കുറയ്ക്കാം മുതലായവ ഉദാഹരണങ്ങൾ. എട്ടാമത്തെ ലിമിറ്റഡ് ടൈം. ഉപഭോക്താവിന് ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ അധിക സമയം നൽകാത്ത ലിമിറ്റഡ് പീരീഡ് ഓഫറുകൾക്കാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനും സെയിൽസ് വർദ്ധിപ്പിക്കാനും സാധിക്കുക.
ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രം നൽകുന്ന ഇത്തരം ഓഫറുകൾക്ക് 9-12% വരെ സെയിൽസ് കൂട്ടാൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താക്കളിലുള്ളിൽ ഒരു തരം അർജൻസി ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താമസിച്ചാൽ ഈ ഉൽപ്പന്നം തീർന്നു പോവുകയോ ഓഫർ നഷ്ടപ്പെടുകയോ ചെയ്യും എന്ന തോന്നൽ ഉപഭോക്താവിൽ ഉണ്ടാക്കാൻ സാധിക്കണം. 9, ഈസി. നിങ്ങളുടെ ഉൽപ്പന്നം അഥവാ സേവനം വാങ്ങുന്ന പ്രക്രിയ വളരെ കുഴപ്പം പിടിച്ചതും കുറേയധികം കടലാസമണികൾ നിറഞ്ഞതുമാണെന്ന തോന്നൽ ഉപഭോക്താവിനുണ്ടായാൽ അയാൾ അതിൽ താല്പര്യം കാണിച്ചു എന്ന് വരില്ല. പൊതുവെ ആളുകൾക്ക് മെനക്കെടാൻ വളരെ മടിയാണ്. അതിനാൽ അത് വളരെ അനായാസേന സ്വന്തമാക്കാൻ സാധിക്കും എന്ന് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദാഹരണം, ഡോർ ഡെലിവറി ഓപ്ഷൻസ്, ഇൻസ്റ്റൻറ്റ് ലോൺ ഇൻ 3 ക്ലിക്സ്, ക്യാഷ് ഓൺ ഡെലിവറി, പേ ഇൻഷുറൻസ് പ്രീമിയം ത്രൂ മൊബൈൽ എക്സെട്ര. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. 10, ഡോൺ മിസ്. ഈ ഓഫർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കാൻ സാധിക്കണം. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താതിരുന്നാൽ അത് വലിയൊരു നഷ്ടമായി തീരും എന്ന തോന്നൽ അവരിൽ ഉളവാക്കാൻ സാധിച്ചാൽ അവർ തീർച്ചയായും നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങും എന്ന് മാത്രമല്ല ആ തീരുമാനം പെട്ടെന്നെടുക്കുകയും ചെയ്യും. ഈ 10 വാക്കുകൾ യഥോചിതം അവസരത്തിനൊത്ത് ഉപയോഗിച്ച് നോക്കൂ. മാറ്റം സ്വയം അനുഭവിച്ചറിയാം. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.